പതിവ് തെറ്റിക്കാതെ ഇത്തവണയും ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല നിവേദ്യം അർപ്പിച്ച് താരങ്ങൾ. നടിമാരായ ചിപ്പി, ആനി, ഗായിക രാജലക്ഷ്മി അടക്കമുള്ളവർ ക്ഷേത്രത്തിന് സമീപത്തെ ഹോട്ടലിലാണ് പൊങ്കാലയിട്ടത്. സിനിമ, സീരിയൽ താരങ്ങൾക്കൊപ്പം രാഷ്ട്രീയ നേതാക്കളും പൊങ്കാലയുടെ ഭാഗമായി. എല്ലാ വർഷവും പൊങ്കാലയിലെ താരം ചിപ്പിയാണ്. ഇത്തവണയും അതിന് മാറ്റമുണ്ടായില്ല. പൊങ്കാലയിടുന്ന ഹോട്ടലിന് പുറത്ത് ആരാധകർ കാത്തുനിന്നു. സ്നേഹത്തിന് ചിപ്പിയുടെ മറുപടി. ഒരുപാട് സന്തോഷം ഈ സ്നേഹത്തിന്. ഈ പറഞ്ഞ പോലെ അതൊക്കെ വലിയൊരു അനുഗ്രഹമല്ലേ. ഒരുപാട് പേർക്ക് ഇഷ്ടം തോന്നുന്നു, അല്ലെങ്കിൽ ഒരു സ്നേഹം എന്നൊക്കെ പറയുന്ന വലിയൊരു അനുഗ്രഹമാണ്. അപ്പം അത് വലിയ സന്തോഷം. സംവിധായകൻ ഷാജി കൈലാസും ഭാര്യ ആനിയും പതിവ് തെറ്റിച്ചില്ല. ഇത്തവണ വീട്ടിലെ പൊങ്കാലയിൽ പങ്കാളിയാകാൻ നടി ബീന ആന്റണിയും എത്തി. നമ്മുടെ ഫാമിലിയിൽ എൻ്റെ വൈഫ് പൊങ്കാല ഇടുമ്പോൾ കൂടെ നിന്ന് സഹായിക്കണ്ടേ. എനിക്ക് അവിടെയാണെങ്കിൽ പോകാൻ പറ്റത്തില്ല, ആറ്റുകാലിലാണെങ്കിൽ. ഇവിടെയാണെങ്കിൽ നമ്മുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാം. ഞാൻ ഫസ്റ്റ് ടൈം ആദ്യമായിട്ടാണ് ഇവിടെ ഇടുന്നത്. ഒരു പ്രാവശ്യം ഇതിനും ഇട്ടിട്ടുള്ളൂ. കുറച്ച് വർഷങ്ങൾക്ക് മുന്നെയാണ്, അതൊരു 10 വർഷമെങ്കിലും മിനിമം ആയിട്ടുണ്ടാവും തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് ഇടുമ്പോൾ. അത് അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഇട്ടു. പിന്നെ ഞാൻ സത്യം മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നു, പക്ഷെ നടക്കണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം അമ്മ തന്നെ വിളിച്ചു. ഇപ്പോൾ ആനിയുടെ രൂപത്തിൽ കഴിഞ്ഞ വർഷം വിളിച്ചിട്ട് എനിക്ക് പറ്റിയില്ലായിരുന്നു, ലാസ്റ്റ് ടൈം ആയിപ്പോയി. സുരേഷ് ഗോപിയുടെ കുടുംബം വീട്ടിലാണ് പൊങ്കാല അർപ്പിച്ചത്. വീട്ടിലുണ്ടായിരുന്നെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം സുരേഷ് ഗോപി പങ്കെടുത്തില്ല. പാൽക്കുളങ്ങരയിലെ വീട്ടിലാണ് ദിവ്യ അയ്യർ IAS പൊങ്കാല സമർപ്പിച്ചത്. കുട്ടിക്കാലത്ത് അമ്മയ്ക്കൊപ്പം പൊങ്കാല ഇട്ട് തുടങ്ങിയതാണ്. അപ്പോൾ അമ്മയും എല്ലാ വർഷവും ഇടാറുണ്ട്. ഞങ്ങളിവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ വീട്ടിൽ പൊങ്കാല ഉണ്ടായിരിക്കും. അപ്പോൾ അത് സകുടുംബം ഒറ്റ പൊങ്കാല എന്നുള്ള രീതിയിലാണ് ചെറുപ്പം മുതലേ ഇട്ട് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മകൾ ഉണ്ണിമായ ഔദ്യോഗിക വസതിക്ക് സമീപം പൊങ്കാല അർപ്പിച്ചു. സഹായിക്കാൻ ഒപ്പം പ്രതിപക്ഷ നേതാവും. കേരള സ്റ്റോറി പരാമർശിച്ചായിരുന്നു സതീശന്റെ പ്രതികരണം. നമ്മൾ കേരളത്തെക്കുറിച്ച് അഭിമാനിക്കുന്ന നിമിഷങ്ങളാണിത്. ഞാനിപ്പോൾ പാളയം ഇമാമിനെ ഞാൻ നേരിട്ട് വിളിച്ചിരുന്നു. എനിക്ക് വളരെ സന്തോഷം തോന്നി. അദ്ദേഹം പള്ളിയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ എല്ലാ സൗകര്യങ്ങളും, നോമ്പ് കാലമാണെങ്കിൽ പോലും എല്ലാ സൗകര്യങ്ങളും അവർ ഈ പൊങ്കാലയ്ക്ക് എത്തുന്ന എല്ലാവർക്കും ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാനത് കേട്ടിട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു. സത്യത്തിൽ അതാണ് കേരളം. ആ ഒരു മെസ്സേജാണ് പോണത്. നമ്മൾ ഈ പുതുയുഗ യാത്രയിലും കൊടുക്കുന്ന ഒരു മെസ്സേജ് അതാണ്. ഐക്യത്തിന്റെ സന്ദേശമാണ് പൊങ്കാലയെന്ന് ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയം ഉമ്മനും. ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഇവിടെ വന്നിട്ടും ഒരു ദിവസം കൊണ്ട് അവർ വരുന്നു, പൊങ്കാല ഇടുന്നു, പോകുന്നു. നാം ഇതുവരെ ഒരു പ്രശ്നം ഇതിൻ്റെ ഇടയിൽ കണ്ടതായിട്ട് നാം ഇതുവരെ കേട്ടിട്ടില്ല. അത് തന്നെയാണ് നാം ലോകത്തിൻ്റെ മുമ്പിൽ വെക്കുന്ന ഏറ്റവും വലിയ സന്ദേശം. മലയാളികൾ ലോകത്തിന് മുമ്പിൽ വെക്കുന്ന ഏറ്റവും വലിയ സന്ദേശം ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. മന്ത്രിമാരായ VN വാസവൻ, മന്ത്രി ശിവൻകുട്ടി, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, കോൺഗ്രസ് നേതാവ് K മുരളീധരൻ എന്നിവർ രാവിലെ തന്നെ ആറ്റുകാൽ ക്ഷേത്രത്തിലെത്തി. പതിവ് തെറ്റിക്കാതെ നിരവധി പേരാണ് ഇത്തവണയും പൊങ്കാലയർപ്പിക്കാനെത്തിയത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.